ഗസ്റ്റായി വന്ന സാബു അവിടെ HR-ന്റെ അടുത്ത് വലിയൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവിടെ ഫുഡ് കിട്ടാൻ വൈകി എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഫുഡ് അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതും. ഫുഡ് നല്ലതായിരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഷെഫ് വന്ന് അവിടെ സോറി പറഞ്ഞിരുന്നു. അങ്ങനെ സോറിയിൽ അത് ഒതുങ്ങുമോ എന്നുള്ളതാണ് സാബുവിന്റെ ചോദ്യം. പിന്നെ ഫുഡ് എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിന് കിച്ചൺ ടീം നൽകിയ മറുപടി അവിടെ ഓണേഴ്സിനെ 4 ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് സാലഡ് ഉണ്ടാക്കി കൊടുത്തു 2 തവണ, അതുകൊണ്ടെല്ലാം സമയം വൈകി എന്നുള്ളതാണ് കിച്ചൺ ടീം നൽകിയ മറുപടി. അതിന് എന്താണ് ഉത്തരം പറയാനുള്ളത് എന്നാണ് അവിടെ HR-നോട് ചോദിച്ചത്. ബെസ്റ്റ് ആളോടല്ലേ ചോദിച്ചത്, ഋഷിയുടെ അടുത്ത്. ഋഷിക്ക് സ്വന്തമായിട്ടൊരു ഉത്തരമുണ്ട്. അതിന് നേരെ ചെന്നു അവിടെ ഓണേഴ്സിന്റെ അടുത്തേക്ക്. ഓണേഴ്സിനോട് ചോദിച്ചു, ഇങ്ങനെ അവർ പറയുന്നു, ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അൻസിബ ഉത്തരം കാണാപ്പാടം പഠിപ്പിച്ചു വിട്ടു. അവിടെ ചെന്നിട്ട് പറയണം, സോറി സർ, ഇനി അങ്ങനെ ഉണ്ടാവില്ല, കിച്ചൺ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഫോൾട്ടാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി എന്നാണ് അൻസിബ അവിടെ ഋഷിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉത്തരം. അവിടെ എന്നിട്ട് അൻസിബയും എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, 4 ബുൾസൈ ഉണ്ടാക്കാനാണ് ഇത്ര സമയം, അതിനാണ് അവർ ഇത്രയും സമയം എടുത്തു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് കിച്ചൺ ടീമിനെ. കേട്ട പാതി കേൾക്കാത്ത പാതി ഋഷി വന്ന് അവിടെ സാബുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സോറി സർ, അത് കിച്ചൺ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഫോൾട്ടാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ എടുത്ത വഴിക്ക് സാബു ചോദിച്ചു, അല്ല HR എന്തിനാണ് എൻ്റെ അടുത്ത് സോറി പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഫുഡ് വൈകി എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന ഉത്തരം ഓണേഴ്സ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് നേരം വൈകി എന്നുള്ളതാണ്. ഗസ്റ്റായ ഞാനാണോ വലുത്, ഇവിടെയുള്ള ഓണേഴ്സ് ആണോ വലുത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അവിടെ പറഞ്ഞു, ഓണറല്ല ഗസ്റ്റ് ആണ് വലുതെന്ന്. എങ്കിൽ പിന്നെ ഇതിനുള്ള ഒരു ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്. ഇതിനവർക്ക് പനിഷ്മെന്റ് കൊടുക്കണം കിച്ചൺ ടീമിന്. ഇതിന് നിങ്ങൾക്ക് എന്താണ് പനിഷ്മെന്റ് കൊടുക്കാൻ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അവരെ അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ HR എടുത്ത വഴിക്ക് പറയുന്നുണ്ടായിരുന്നു, അവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ് നമ്മുടെ ഇതിലുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പിരിച്ചുവിടണം എന്നല്ല, അവർക്കുള്ള വേണ്ട ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ് സാബുവോട് പറഞ്ഞത്. സത്യത്തിൽ കിച്ചൺ ടീമും പവർ ടീമും ഋഷിയും തമ്മിൽ മൊത്തത്തിലൊന്ന് അടിപ്പിക്കാനുള്ള ശ്രമമാണ് സാബുവോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തമ്മിലടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം.